ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്നും അത് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ അത് എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകളും ഒക്കെയാണ് പറയാറുള്ളത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ഏജൻറ്റുമാരും അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ ചെയ്യുന്നവരൊന്നും ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കില്ല. കാരണം ഇത് ആ ഒരു വിഷയത്തെ നെഗറ്റീവ് ആക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. ആളുകൾ നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു അവസരം ഉണ്ടാക്കണോ എന്ന് ചിന്തിച്ചു പോയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കസ്റ്റമേഴ്സും എന്നെ കാണുന്നവരുമൊക്കെയും കൃത്യമായിട്ട് അവർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും അവർ പോളിസി എടുക്കുമ്പോൾ ആ പോളിസിയെക്കുറിച്ചും ഹെൽത്ത് ഇൻഷുറൻസിനെക്കുറിച്ച് കോമൺ ആയിട്ടും അമിതമായ പ്രതീക്ഷകളൊന്നും വെക്കാതെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട് അതിനെ സമീപിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനായിട്ട് ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്നതും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജി, സ്വദേശം വന്നിട്ട് തിരുവനന്തപുരമാണ്. ഞാൻ കേരളത്തിലാകമാനം ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വളരെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇതുവരെയും കാര്യമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ദൈവാനുഗ്രഹം എന്ന് പറയാൻ വേണമെങ്കിൽ. അത്തരത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം നിലവിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന വീഡിയോസ് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഓരോ പോളിസികളെക്കുറിച്ചും നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. പൊതുവായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മൾ വിവരിക്കുന്ന വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും അതേപോലെ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അടിസ്ഥാന വിവരം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമുക്ക് അത് എടുക്കുന്നത് വഴി ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാലും പിന്നെയും ക്ലെയിം ചെയ്യാൻ കുറച്ച് നാൾ കാത്തിരിക്കണം, അഥവാ വെയിറ്റിംഗ് പീരീഡ്. പോളിസി എടുത്തതിന് ശേഷം 3 തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡുകളാണ് പ്രധാനമായിട്ട് വരാറുള്ളത്. ഒന്ന്, നമ്മൾ പോളിസി എടുത്തതിന് ശേഷം ഫസ്റ്റ് 30 ഡേയ്സ് 30 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റൂ. രണ്ടാമത്തത് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് വരുന്ന സ്പെസിഫിക് ഇൽനെസ് അഥവാ സ്ലോലി ഗ്രോയിങ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ്. അതേപോലെ ഡെലിവറി പോലുള്ള സംഗതികൾക്കും ഈ ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡുകൾ ബാധകമാകാറുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ്. ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പോലും പല കസ്റ്റമേഴ്സിനും കൃത്യമായിട്ടൊരു ബോധ്യമില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പോളിസി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എന്തെല്ലാം സർജറികൾ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം പ്രീ എക്സിസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അത്തരത്തിലുള്ളത് പോലും ചിലപ്പോൾ പ്രീ എക്സിസ്റ്റിംഗിൽ വരാം. ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടാകുന്ന ഒരു സർജറി അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പോലും പ്രീ എക്സിസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ പോളിസി എടുക്കുന്ന ഡേറ്റിന് തൊട്ട് മുമ്പ് വരെയും എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടോ അതിനെല്ലാം പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് കണക്കാക്കും. അങ്ങനെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് കണക്കാക്കുന്നതിന് വിവിധ തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡുകളും ബാധകമാകും. നിലവിൽ പ്രീ എക്സിസ്റ്റിങ്ങിന് മാക്സിമം 4 വർഷമേ വെയിറ്റിംഗ് പീരീഡ് പാടുള്ളൂ എന്ന് IRDA റെഗുലേഷനുണ്ട്. അതുകൊണ്ട് കമ്പനികൾ 2 വർഷം കൊടുക്കുന്നവരുണ്ട്, 3 വർഷം കൊടുക്കുന്നവരുണ്ട്, 4 വർഷം വരെയും എടുക്കുന്നവരുമുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരി ഇതെല്ലാം നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യുന്നതിന് മാത്രമാണ് ബാധകമാകുക. അഥവാ നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നിലവിൽ അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ് ഈ കണ്ടീഷനിൽ ആപ്ലിക്കബിൾ ആവുക. നമ്മൾ പറയാത്തൊരു കാര്യം പിന്നീട് കമ്പനി അത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈവൻ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനെ നമ്മുടെ പോളിസിയെ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആ ക്ലെയിം റിജക്റ്റ് ആവാനോ കാരണമാകാവുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വിഷയത്തെ സിമ്പിളായിട്ട് കാണരുത്. നിങ്ങൾക്ക് നിലവിലൊരു അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ പോളിസി എടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏജൻറ്റിൻ്റെ അടുത്ത് പറയുക. ഇത് കമ്പനി അറിയിച്ച് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അറിയിച്ച് തന്നെ ചെയ്യുക. അല്ലാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നാളെ ഒരു പ്രശ്നം ഉണ്ടാവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഈ വെയിറ്റിംഗ് പീരീഡിനെ നമുക്ക് ഇനി എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കൂടി ഒന്ന് നോക്കാം. ഇപ്പോഴത്തെ പല പോളിസികളിലും അഡീഷണലായിട്ട് നമുക്ക് 20% പ്രീമിയം അടയ്ക്കാമെന്നുണ്ടെങ്കിൽ ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് വേവർ ചെയ്ത് കിട്ടുന്നുണ്ട്. വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കി ഡേ 1 മുതൽ തന്നെ നമുക്ക് ക്ലെയിം കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. അതേപോലെ ചില പോളിസികളിൽ 1 ഇയർ മാത്രമേ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെയിറ്റിംഗ് പീരീഡ് വരുന്ന പോളിസികളുണ്ട്, അത് 2 ഇയർ വരുന്ന പോളിസികളുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുക. ഇപ്പോൾ ഡയബറ്റിക് സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്, ചെറിയ രീതിയിലുള്ള ഒരു ഗുളിക കഴിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിലേറ്റഡ് ആയിട്ടൊരു അസുഖം വരാൻ സാധ്യത കുറവാണ്.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കൊരു 2 വർഷം കഴിഞ്ഞിട്ട് അതിന് ക്ലെയിം കിട്ടിയാലും മതി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ആപ്ലിക്കബിൾ ആവുന്ന, അല്ലെങ്കിൽ 3 വർഷം ആപ്ലിക്കബിൾ ആവുന്ന ഒരു പോളിസി എടുത്താലും മതി. അല്ല നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സാധ്യതകൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് വേവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസികൾ തന്നെ ചൂസ് ചെയ്യുക. ഇപ്പോൾ ധാരാളം എല്ലാ കമ്പനികളും ധാരാളം അത്തരത്തിലുള്ള പോളിസികൾ കൊണ്ടുവരുന്നുണ്ട്. അതിലേറ്റവും നല്ലത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ ഉണ്ടാകാവുന്ന പ്രശ്നം, നമ്മളീ പറഞ്ഞ പോലെ വെയിറ്റിംഗ് പീരീഡ്. ഇനി ഇതല്ലാതെ നമുക്ക് നിലവിലുള്ള അസുഖം കാരണം നമുക്ക് പോളിസിയെ കിട്ടാത്ത സിറ്റുവേഷനുമുണ്ട്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ നമുക്ക് നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിസിയെ ലഭിക്കില്ല. പലപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സാണ്. ക്യാൻസർ ഉള്ള ആളുകൾക്ക് പോലും നോർമൽ പോളിസി കൊടുത്ത ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നെ വിളിച്ച് പരാതി പറഞ്ഞ ഒരു വിഷയമുണ്ടായിരുന്നു. അതേപോലെ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഹാർട്ട് പ്രോബ്ലം മറച്ച് വെച്ചിട്ട് പോളിസി കൊടുത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഏജൻറ്റ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ആ ഓരോ ഏജൻറ്റിൻ്റെയും കാര്യമാണ്. കസ്റ്റമറെ സംബന്ധിച്ചോളം എനിക്ക് നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറയാൻ കഴിയും. നിങ്ങൾ ഒരു പോളിസിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് കമ്പനിയും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ചെയ്യുക. ഈ അടുത്ത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തുള്ള ഒരു പ്രായമുള്ളൊരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പ്രശ്നം പറഞ്ഞു. അവർ 11 വർഷമായിട്ട് ഒരു കമ്പനിയിൽ പോളിസി ഉണ്ടായിരുന്നു. പക്ഷേ ആ പോളിസിയുടെ ക്ലെയിം അത് ഈ 11 വർഷത്തിന് ശേഷം ഈ അടുത്താണ് അവർ ക്ലെയിം ചെയ്തത്. പക്ഷേ ക്ലെയിം റിജക്റ്റ് ആയി എന്ന് മാത്രമല്ല അവരുടെ പോളിസി ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അവരുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെറുപ്പത്തിൽ ശ്വാസമുട്ടുണ്ടായിരുന്നു. ഈ ശ്വാസമുട്ടിൻ്റെ പ്രശ്നമായിട്ട് ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് പാൽപിറ്റേഷൻ അഥവാ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു പ്രശ്നമായിരുന്നു. ഈ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു വിഷയമുണ്ട് എന്നുള്ളത് പോളിസി എടുക്കാൻ നേരത്ത് ഏജൻറ്റിൻ്റെ അടുത്ത് ഈ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏജൻറ്റ് അത് കമ്പനി ഇൻഫോം ചെയ്തില്ല. സ്വാഭാവികമായിട്ടും പോളിസി ഇഷ്യൂ ആയി അവർ ഇത്രയും നാളും പ്രീമിയം അടച്ചു പോയി. കൃത്യമായിട്ട് റിന്യൂവലിൻ്റെ സമയത്ത് ഏജൻറ്റ് വരും, പ്രീമിയം കളക്ട് ചെയ്തുകൊണ്ട് പോകും, പ്രീമിയം അടയ്ക്കും, അതിൻ്റെ ഡോക്യുമെൻറ്റ് കൊടുക്കും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ക്ലെയിം വന്നപ്പോൾ ഡോക്ടർ അടുത്ത് പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലേഡി പറഞ്ഞു എനിക്കിങ്ങനെ പാൽപിറ്റേഷൻ പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നമുണ്ട്, ചെറുപ്പത്തിലേ ഉള്ളതാണ്, അമ്മയ്ക്കും ആ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് ഹെറിഡിറ്ററി ആയിട്ട് വന്നതാണ്, അതിനെക്കുറിച്ച് വലിയ വേവലാതിപ്പെടേണ്ട എന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവർ പറഞ്ഞു. പക്ഷേ ആ ഒരു റീസണിൻ്റെ പേരിൽ ഈ കമ്പനി അവരുടെ ഈ വന്ന ക്ലെയിം റിജക്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അസുഖമേ അല്ല വന്നതുപോലും, എന്നിട്ട് പോലും ക്ലെയിം റിജക്റ്റ് ചെയ്തു, പോളിസിയും ക്യാൻസൽ ചെയ്തു. കാരണം സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്റ്റ് എന്നാണ് അവരതിൻ്റെ റീസൺ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മറച്ചു വെച്ചു എന്നുള്ളത്. ശരിക്കും ആരാണ് ഇവിടെ മറച്ചു വെച്ചത്? ഏജൻ്റായിരുന്നു മറച്ചു വെച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കംപ്ലയിൻറ്റുമായിട്ട് പോകണം എന്ന് പറഞ്ഞു. ഓംബുഡ്സ്മാനിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം. കൂടാതെ നിങ്ങൾ ഒരു വക്കീലിനെ കണ്ട് ഈ പറഞ്ഞ ഏജൻറ്റിനെതിരെയോ അല്ലെങ്കിൽ കമ്പനിക്കെതിരെയോ നിങ്ങളൊരു കംപ്ലയിൻറ്റിന് പോകണം എന്ന് പറഞ്ഞു അവരുടെ. അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും വലിയൊരു മേജർ ഇഷ്യൂ ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചു എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമല്ല. ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തന്നെ പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പറയുമ്പോൾ പോളിസി കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള പോളിസി കിട്ടിയാൽ മതി. വെറുതെ നമ്മൾ പൈസ അടച്ചിട്ട് നാളെ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു പോളിസി എടുത്ത് വെക്കുന്നത്? ക്ലെയിം കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് വെച്ചിട്ട് പോളിസി എടുത്താൽ മതി. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നെഗറ്റീവ് ആക്കുകയല്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ സാമ്പത്തിക ലാഭം, നമുക്ക് മാനസികമായിട്ടും ലാഭം. കാരണം നമുക്ക് പോളിസി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും. ക്ലെയിം കിട്ടാതാവുമ്പോൾ നമ്മളാകെ ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മുടെ എല്ലാ പ്ലാനിങ്ങുകളും അതോടുകൂടി തെറ്റും. അതേസമയം നിങ്ങൾ ഇങ്ങനെ പോളിസി കിട്ടാൻ സാധ്യതയില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രീമിയം എത്രയാവാൻ സാധ്യതയുണ്ടോ ആ ഒരു പ്രീമിയം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ അതിന് യൂസ് ചെയ്യാം. അതായിരിക്കും ഏറ്റവും നല്ല ഉത്തമമായ വഴി. ഇനിയല്ല ഇപ്പം ഹാർട്ട് ഡിസീസ് വന്നവരാണെന്നുണ്ടെങ്കിൽ, സർജറി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പോളിസീസ് ഉണ്ട്, അത്തരത്തിലുള്ള പോളിസി എടുക്കാം. ക്യാൻസർ വന്നവർക്ക് പറ്റുന്ന പോളിസീസ് ഉണ്ട്, അത്തരത്തിലുള്ള പോളിസിക്ക് നമുക്ക് അപേക്ഷിക്കാം. ഇനി അത് റിജക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെറിയൊരു സേവിങ്സ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടും. പലപ്പോഴും ഇപ്പം നിലവിൽ പോളിസി എടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ചില കമ്പനികൾ പെട്ടെന്നാണ് പ്രീമിയം കൂട്ടുക. അതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിട്ട് കൂട്ടാറുണ്ട്. അതും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു നെഗറ്റീവാണ്. നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പ്രീമിയം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ആശ്വസിക്കാനെങ്കിലും വകയുണ്ടാവും. നമുക്ക് ഇത്രയും എമൗണ്ട് കിട്ടിയിട്ടാണല്ലോ നമ്മൾ അടയ്ക്കുന്നത് എന്നുള്ളത്. പക്ഷേ അതില്ലാത്തവരോ എല്ലാ വർഷവും നമ്മൾ ഈ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചതിൽ നിന്ന് ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നില്ല, എന്നിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അത്തരത്തിൽ പരാതി പറയുന്നവരടുത്ത് പറയുക, ഇതൊരു പരസ്പര സഹായ നിധിയാണ്. നമ്മൾ ഇന്ന് ചിലപ്പോൾ ഒരു 20,000 30,000 കൊടുത്തിട്ട് നമ്മൾക്ക് ക്ലെയിം തരാമെന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെയാണ്. അപ്പോൾ ഈ 30,000 രൂപയ്ക്ക് 10 ലക്ഷം രൂപ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അപ്പം ഇന്ന് ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ 30,000 രൂപയും കൂടി എടുത്തിട്ടാണ് കൊടുക്കുന്നത്. നാളെ നമുക്കൊരു 10 ലക്ഷം രൂപ കിട്ടുമ്പോഴും ഇതേപോലെ പലരിൽ നിന്നും എടുത്ത് 30,000 ചേർത്ത് വെച്ചിട്ടാണ് കമ്പനി തരുന്നത്. ഒരു ധർമ്മസ്ഥാപനമല്ലല്ലോ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ആളുകളുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന
ആ സ്വരൂപിക്കുന്ന എമൗണ്ടാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അഥവാ പരസ്പര സഹായ നിധി എന്ന് പറയാം അതിന്. ആ നിധിയുടെ ഓർഗനൈസറായിട്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നഷ്ടമല്ല, അത് വേറെ ആർക്കോ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നാളെയും അവരടയ്ക്കുന്ന ഒരു തുകയാണ് നമുക്ക് ഉപകാരപ്പെടുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നഷ്ടമെന്ന് കണക്കാക്കേണ്ടതില്ല. പക്ഷേ ഏജിനനുസരിച്ച് പ്രീമിയം കൂടുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അഫോർഡബിൾ ആകില്ല. പലപ്പോഴും ഏജ് ഗ്രൂപ്പ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചാണ് പ്രീമിയം ചേഞ്ച് ആവാറുള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു 35 വയസ്സുള്ള ഒരാൾ എടുക്കുമ്പോൾ അയാൾക്ക് 30 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന പ്രീമിയം ആയിരിക്കും ഉണ്ടാവുക. 36-ാമത്തെ വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രീമിയം അടുത്ത ഏജ് ഗ്രൂപ്പിലാവും. 36 മുതൽ 40 വരെ അടുത്തൊരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ പ്രീമിയം പിന്നെയും കൂടും. 41 മുതൽ 45 വരെ അടുത്ത ഏജ് ഗ്രൂപ്പ്, അവിടെയും പ്രീമിയം കൂടും. 46 മുതൽ 50 വരെ ഒരു ഏജ് ഗ്രൂപ്പ്, പ്രീമിയം കൂടും. ഈ ഓരോ ഏജ് ഗ്രൂപ്പ് ചേഞ്ച് ആവുന്നതനുസരിച്ച് പ്രീമിയം കൂടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലതിൽ 20% കൂടും, ചിലതിൽ 40% ആയിരിക്കും കൂടുക. നോർമലി ഒരു 15-നും 20-നും ഇടയിലാണ് ഈ ഏജ് ഗ്രൂപ്പുകൾ ചേഞ്ച് ആകുമ്പോൾ ഉണ്ടാകാറുള്ളത്. പക്ഷേ ചില സിറ്റുവേഷനുകളിൽ അത് 40% വരെ പോകാറുണ്ട്. ഇപ്പം 61-ാമത്തെ വയസ്സാകുമ്പോൾ മേജറായിട്ടുള്ളൊരു ചേഞ്ച് അതിനകത്ത് വരും. അതേപോലെ 76-ാമത്തെ വയസ്സാകുമ്പോഴും ചേഞ്ച് വരും. ഇനി ചില കമ്പനികൾ ഇയർ ഓൺ ഇയർ പ്രീമിയം കൂട്ടി പോകുന്നവരുണ്ട്. അതാകുമ്പോൾ ഒരു 500 രൂപ 1000 രൂപ വെച്ചിട്ട് അവർ ചെറിയ ചെറിയ രീതിയിൽ കൂട്ടും. നമുക്ക് വലുതായിട്ട് അത് എഫക്റ്റീവ് ഇല്ല. പക്ഷേ 5 വർഷം ഒരുമിച്ചിരിക്കുമ്പം അത് നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രീമിയം ചേഞ്ച് ആയിട്ടും വരാറുണ്ട്. ഇതിനും നമുക്ക് ഇന്ന് ഓപ്ഷൻ ഉണ്ട്. ക്ലെയിം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം ചേഞ്ച് ആവാത്ത പോളിസികൾ ഇപ്പം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 4 വർഷം 5 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് തരുന്ന, ക്ലെയിം ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് തരുന്ന പോളിസികളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള പോളിസികളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡീറ്റെയിൽസ് കൂടെ ഷെയർ ചെയ്യാം. ഇനി നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിലും അത്തരം പോളിസികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പോളിസികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം ചേഞ്ച് ആവില്ല. ഇപ്പോൾ ഒരു 32 വയസ്സുള്ള ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 42-ആയിട്ടും 46-ആയിട്ടും പ്രത്യേകിച്ച് ക്ലെയിമുകളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 32-ലത്തെ അതേ പ്രീമിയത്തിൽ ആ പ്രായം വരെയും അയാൾ കണ്ടിന്യൂ ചെയ്തു പോകാം. ഇനി അയാൾക്ക് ഒരു ക്ലെയിം വരുന്നത് ഒരു 47-ാമത്തെ വയസ്സിലാണെന്ന് വിചാരിക്കുക. 48-ാമത്തെ വയസ്സിലത്തെ അയാളുടെ പ്രീമിയത്തിൽ മാത്രം 46 മുതൽ 50 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലെ പ്രീമിയം എത്രയാണോ അതായിരിക്കും ആപ്ലിക്കബിൾ ആവുക. അപ്പോഴും നമുക്ക് സമാധാനിക്കാം, നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ക്ലെയിം കിട്ടി, നമ്മൾ അടച്ച എമൗണ്ടിന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് പ്രീമിയത്തിൽ കൂടുതൽ വരുന്നതെന്നുള്ളതുകൊണ്ട് നമ്മളെ അത് വലുതായിട്ട് വിഷമിപ്പിക്കാൻ സാധ്യതയില്ല. അപ്പം ഇത്തരത്തിൽ ഒരു വിഷയവും ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചോളം ഒരു നെഗറ്റീവായ ഒരു പ്രശ്നമാണ്. അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാനായിട്ട്. ഇനി പ്രീമിയം തീരെ ചേഞ്ച് ആവാത്ത പോളിസി മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. ആരോഗ്യ പ്ലസ് എന്ന് പറയുന്ന SBIയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അവർ നിർത്തലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അത്തരത്തിലൊരു ഉദ്യമം ഏതെങ്കിലും ഒരു കമ്പനി എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഭീമമായ നഷ്ടം വന്നത് കാരണമാണ് അവസാനം അവർ ആരോഗ്യ പ്ലസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് SBI ജനറൽ തീരുമാനിച്ചത്. ഇനി മൂന്നാമത്തെ നെഗറ്റീവ് എന്താണ്? കോ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സബ് ലിമിറ്റുകൾ. പല പോളിസികളിലും കോ പേയ്മെൻറ്റുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് സബ് ലിമിറ്റ് വരാറുണ്ട്. ഇപ്പോൾ സീനിയർ സിറ്റിസൺ പോളിസികളാണ് ഏറ്റവും കോമൺ ആയിട്ടുണ്ടാവുക. കാരണം സീനിയർ സിറ്റിസൺ പോളിസി പ്രീമിയം കൂടുതലായിരിക്കും. അപ്പോൾ പ്രീമിയം സ്വല്പം അഫോർഡബിൾ ആക്കാനായിട്ട് കമ്പനി ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കോ പേയ്മെൻറ്റ്. നമുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ പ്രീമിയം കുറഞ്ഞു നിൽക്കും. എല്ലാ വർഷവും നമുക്ക് ക്ലെയിം വരണമെന്നില്ല, പക്ഷേ ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു എമൗണ്ടാണ് സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ചോളം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഫിനാൻസ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് വർക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ എല്ലാ വർഷവുമുള്ള പ്രീമിയം ഒരു വലിയൊരു ബേർഡനായിട്ട് സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ചോളം വരികയുമില്ല. അതുകൊണ്ടാണ് ഈ കോ പേയ്മെൻറ്റ് ഓപ്ഷൻ വെക്കുന്നത്. അതേപോലെ സബ് ലിമിറ്റുകൾ വരും. ഇപ്പോൾ നമുക്ക് റൂം റെൻറ്റിന് സബ് ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കാറ്റാക്റ്റിൻ്റെ സർജറിക്ക് സബ് ലിമിറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ മോഡേൺ ട്രീറ്റ്മെൻറ്റിന് സബ് ലിമിറ്റ് ഉണ്ട്, ഡെലിവറി എക്സ്പെൻസുകൾക്ക് സബ് ലിമിറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകൾക്കും സബ് ലിമിറ്റുകൾ കമ്പനികൾ വെക്കാറുണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാനായിട്ട്. കോ പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ആ കോ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രീമിയം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ പോളിസി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10%, 20% ഒക്കെ കോ പേയ്മെൻറ്റ് വെച്ചെടുക്കുന്നത് നന്നാവും. കാരണം നമുക്ക് ക്ലെയിം എല്ലാ വർഷവും വരില്ല. വരുന്ന വർഷം നമ്മൾ ആ ഒരു എമൗണ്ട് കൂടെ കരുതണം. പക്ഷേ എങ്കിലും ഒരു ഭീമമായ തുക കമ്പനി തന്നെയാണ് പേ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ പോളിസിയുടെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇനി സബ് ലിമിറ്റ് ഉണ്ട്. ഈ സബ് ലിമിറ്റുകളെക്കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തിനൊക്കെയാണ് സബ് ലിമിറ്റ് വരുന്നത്, എത്രയൊക്കെ എമൗണ്ടാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രതീക്ഷയിൽ അവിടെ പോകും, ക്ലെയിം ചെയ്യുമ്പോൾ അത് ഇത്ര എമൗണ്ടേ കിട്ടത്തുള്ളൂ, ബാക്കി നമ്മൾ അടയ്ക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നേരത്തെ തന്നെ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലെയിം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്ലെയിമിന് 25,000 രൂപ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാർഡിയാ കെയർ എന്ന് പറയുന്ന സ്റ്റാർ ഹെൽത്തിൻ്റെ പോളിസി, കാർഡിയാ കെയറിൽ ആൻജിയോഗ്രാമിന് 25,000 രൂപ വരെ കിട്ടത്തുള്ളൂ. എന്നാൽ ആൻജിയോപ്ലാസ്റ്റിക്ക് ലിമിറ്റില്ല. അപ്പോൾ ആൻജിയോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം ഇത്ര എമൗണ്ടേ കിട്ടത്തുള്ളൂ. അതേപോലെ കാറ്ററാക്ട് സർജറികൾക്ക് പല പോളിസികളിലും എമൗണ്ട് ലിമിറ്റ് വെക്കാറുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ എന്തൊക്കെയാണോ അതിൽ സബ് ലിമിറ്റുകൾ വരാൻ സാധ്യതയുള്ളത് അത് മനസ്സിലാക്കണം. അതേപോലെ ഡിഡക്റ്റബിൾ വെക്കാനായിട്ട് പറ്റും. പ്രീമിയം കുറയ്ക്കാനായിട്ട് ഡിഡക്റ്റബിൾ ഓപ്റ്റ് ചെയ്യാം. ഇപ്പം
50,000 രൂപ നമ്മൾ ഡിഡക്റ്റബിൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20% 30% ഒക്കെ പ്രീമിയം ഡിസ്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചും കൃത്യമായിട്ടൊരു ബോധത്തോടു കൂടി വേണം നമ്മൾ ക്ലെയിമുകൾക്ക് പോകുമ്പോൾ സമീപിക്കാൻ. അപ്പോൾ നമ്മൾ 1 lakh ഡിഡക്റ്റബിൾ വെച്ചിട്ട് നമുക്കൊരു 50% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടി. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന് ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ക്ലെയിം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ 1 lakh ഡിഡക്റ്റബിൾ ആപ്ലിക്കബിൾ ആക്കിയിട്ടാണ് നമ്മൾ പോളിസിയെ എടുത്തത്. അപ്പോൾ 1 lakh വരെയുള്ള പേയ്മെൻറ്റ് നമ്മൾ ചെയ്തേ തീരൂ. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിഡക്റ്റബിൾ ഒഴിവാക്കി തന്നെ പോളിസി എടുക്കണം. പലപ്പോഴും പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളത് ചൂസ് ചെയ്യുക. അതിന് മുമ്പ് നമുക്കിത് വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ആ കാര്യം എന്തെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വേണം ഡിഡക്റ്റബിൾ ചൂസ് ചെയ്യാൻ. ഡിഡക്റ്റബിൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കും നല്ല ബോധം വേണം. ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു വിഷയം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴും പോകാൻ. ഒരു 5 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു, 1 lakh ആണ് ഡിഡക്റ്റബിൾ എന്നുണ്ടെങ്കിൽ 1 lakh നമ്മൾ കരുതിയാൽ മതി, ബാക്കി 4 ലക്ഷം രൂപ കമ്പനി കൊടുത്തോളും എന്ന ബോധ്യം നമുക്കുണ്ടാവണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗമാണ്. അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് അടയ്ക്കാൻ, എമൗണ്ട് ഒരുമിച്ച് അടയ്ക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് EMI ചൂസ് ചെയ്യാം. ഓക്കെ, ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ എല്ലാ കമ്പനികളും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് EMI ചൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ 12 മാസം വരെയുള്ള EMI ആയിട്ട് വേണമെങ്കിലും പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുമിച്ച് ആ തുക അടയ്ക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഡയറിയുടെ ഒരു പേജിലോ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഏതൊക്കെ പോളിസിയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് നോട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്ത്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ത് എന്നുള്ളത് നോട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ട് ചെയ്യേണ്ടുന്ന ഒരു വിഷയം, നിങ്ങളുടെ ആനുവൽ ഇൻകത്തിൻ്റെ 5% താഴെയായിരിക്കണം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം. ഓക്കെ, അതേസമയം സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ചോളം അതൊരു 10% അല്ലെങ്കിൽ ഒരു 15% വരെ ആയാലും കുഴപ്പമില്ല. കാരണം അവരെ സംബന്ധിച്ചോളം ഒരു മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഒരു 15% വരെ അവരുടെ ആനുവൽ ഇൻകത്തിൻ്റെ എമൗണ്ട് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല. പക്ഷേ അതിൽ താഴെയുള്ള നോർമലായിട്ടുള്ള ആൾക്കാരാണ്, ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം അതേപോലെ മറ്റ് ചിലവുകൾ എല്ലാം നമുക്ക് നോക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ 5% കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് വരാൻ സാധ്യതയുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിൽ നാലാമത്തായിട്ട് വരാൻ സാധ്യതയുള്ളത് ക്ലെയിം റിജക്ഷൻ. ക്ലെയിം റിജക്ഷൻ വളരെ കോമൺ ആണ്. ഇപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോസിൻ്റെ തന്നെ കമൻറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കമൻറ്റുകൾ കാണാൻ പറ്റും. ക്ലെയിം റിജക്റ്റായ ആൾക്കാരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ. ഈ ക്ലെയിം റിജക്ഷനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ക്ലെയിം അക്സെപ്റ്റ് ആവുമോ റിജക്റ്റ് ആവുമോ എന്നുള്ളതൊന്നും. ക്യാഷ്ലെസ്സിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകാർ പറയും നിങ്ങളുടെ കമ്പനി ക്യാഷ്ലെസ് ഡിനേ ചെയ്തു, നിങ്ങളിനി ഇവിടെ പേയ്മെൻറ്റ് അടച്ചിട്ട് അവിടെ കമ്പനിയിൽ ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് കൊടുത്ത് നോക്കൂ, ചിലപ്പോൾ ക്ലെയിമിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയേക്കാം. നിങ്ങൾ പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ ക്ലെയിം റിജക്ഷനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ എന്തിനൊക്കെ ക്ലെയിം കിട്ടും എന്തിനൊക്കെ കിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായി നമുക്ക് ബോധ്യം വേണം. പൊതുവേ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു അസുഖം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം, അതിന് കൃത്യമായൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവണം, അത് മാത്രമാണ് കവർ ചെയ്യുക. അതേസമയം എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അഡ്മിറ്റാക്കി ടെസ്റ്റുകൾ മാത്രം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്ലെയിം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് OP കൂടെ കവർ ചെയ്യുന്ന ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റാണ്. ഇപ്പോൾ ഒരുപാട് പോളിസികളിൽ OP ആഡ് ഓൺ ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജുള്ള പോളിസികളും അത് മാക്സിമം കിട്ടുന്ന പോളിസികൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ അഡ്മിഷൻ ടൈം മാക്സിമം കുറച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 24 മണിക്കൂർ അഡ്മിഷൻ വേണം എങ്കിലേ ക്ലെയിം കിട്ടൂ എന്നൊക്കെയുള്ള കണ്ടീഷനുള്ള പോളിസികളേക്കാൾ 2 മണിക്കൂർ അഡ്മിഷൻ ആണെങ്കിലും ക്ലെയിം കിട്ടും എന്നുള്ള തരത്തിലുള്ള പോളിസികൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത്തരത്തിലുള്ള പോളിസികളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ക്ലെയിം റിജക്ഷൻ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷനുകൾ എങ്ങനെയൊക്കെ നമുക്കത് ഒഴിവാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് മാത്രം സൂചിപ്പിച്ച് പോകുന്നു. ഓക്കെ, അതേപോലെ തന്നെ ക്ലെയിം റിജക്ഷൻ ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ ഏജൻറ്റിനെ ചൂസ് ചെയ്യുന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു നല്ലൊരു ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 50% ക്ലെയിം റിജക്ഷനും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് വരാവുന്ന ഹെൽത്ത് ഇൻഷുറൻസിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് നോ ക്ലെയിം ബോണസാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുക നോ ക്ലെയിം ബോണസ് നമുക്ക് വലിയൊരു പ്ലസ് പോയിൻ്റ് ആണെന്നുള്ളതാണ്.
അപ്പം നിങ്ങൾ എടുക്കുന്ന പോളിസിയിൽ നോ ക്ലെയിം ബോണസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ജനറൽ ഇൻഷുറൻസിൽ പെടുന്നതാണ്. നമ്മൾ കാറിൻ്റെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ നോ ക്ലെയിം ബോണസ് വരുമ്പോൾ നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ടാണ് കിട്ടുക. കാരണം അവിടെ ഡിപ്രീസിയേഷനാണ് സംഭവിക്കുന്നത്. അതേസമയം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പം പ്രീമിയം കൂടിയാണ് പോകുന്നത്. കാരണം ഹ്യൂമൻ വാല്യൂവിന് അപ്രീസിയേഷനാണ് സംഭവിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും ലാസ്റ്റ് ഇയറിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ വാല്യൂ എക്കണോമിക് വാല്യൂ കൂടുകയാണ് പോകുന്നത്. നമ്മുടെ സാലറിയും നമ്മുടെ വരുമാനവും ഒക്കെ കൂടുന്നുണ്ട്. പലപ്പോഴും ഹ്യൂമൻ വാല്യൂ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോ ക്ലെയിം ബോണസ് നമ്മുടെ സം ഇൻഷ്യൂർഡിൽ ഒരു ആഡ് ഓൺ ആയിട്ട് കമ്പനി തരുന്നത്. ഇനി നോ ക്ലെയിം ബോണസിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ വിഷയങ്ങളുണ്ട്. പല കമ്പനികളും പല പോളിസികളും ചിലപ്പോൾ 10%, 5% എന്നൊക്കെയുള്ള വളരെ നോമിനലായ എമൗണ്ടുകളാണ് നോ ക്ലെയിം ബോണസായിട്ട് ആഡ് ചെയ്യുക. നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ആ വിഷയമേ ശ്രദ്ധിക്കാറില്ല. നോ ക്ലെയിം ബോണസ് ഇത്രയും കിട്ടുമല്ലോ എന്നൊക്കെ അവർ സാർ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് ഇത് ഇരട്ടിയാകും എന്നൊക്കെ പറയുമ്പം നമ്മൾ ആ ഒരു വാക്കിൽ വിശ്വസിച്ചായിരിക്കും ചിലപ്പോൾ വീഴുക. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് കൃത്യമായിട്ട് അവിടെ വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നോ ക്ലെയിം ബോണസ് കിട്ടുന്നു, ഒരു ക്ലെയിം വരുമ്പോൾ ഈ നോ ക്ലെയിം ബോണസ് തിരിച്ച് 0 വരുന്ന കണ്ടീഷനുള്ള പോളിസികളുമുണ്ട്. അത്തരത്തിലുള്ള പോളിസികൾ ചൂസ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ വിചാരിക്കും എൻ്റെ പോളിസി 5 ലക്ഷം രൂപ, എനിക്ക് 5 ലക്ഷം രൂപ നോ ക്ലെയിം ബോണസോട് ചേർത്ത് 10 ലക്ഷം രൂപയുണ്ടല്ലോ. അപ്പോൾ ഈ വർഷം എനിക്ക് ഇനിയിപ്പോൾ നോ ക്ലെയിം ബോണസിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപ ഉപയോഗിച്ച് കഴിഞ്ഞാലും ബാക്കി 4 ലക്ഷം അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ചില പോളിസികൾ അങ്ങനെയല്ല. നമ്മൾ ക്ലെയിം വന്ന് നോ ക്ലെയിം ബോണസിൽ നിന്ന് 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ പോലും നോ ക്ലെയിം ബോണസ് തിരിച്ച് 0 ആവും. പിന്നെയും അത് അക്യുമുലേറ്റ് ആവണമെങ്കിൽ ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് നോ ക്ലെയിം ബോണസ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ക്യുമുലേറ്റീവ് ബോണസ് ഓഫർ ചെയ്യുന്ന പോളിസികൾ ചൂസ് ചെയ്യുന്നതായിരിക്കും. ക്യുമുലേറ്റീവ് ബോണസ് എന്ന് പറയുമ്പം അവിടെ ക്ലെയിം എഫക്റ്റീവ് അല്ല. ഓക്കെ, എന്തൊക്കെ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാലൻസ് എമൗണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ക്യുമുലേറ്റീവ് ബോണസിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് അടുത്ത വർഷം ഉറപ്പായിട്ടും കിട്ടും. അത്തരത്തിലുള്ള പോളിസികൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ ക്യുമുലേറ്റീവായിട്ട് പോവുകയും ചെയ്യുകയാണ്. ക്ലെയിം വന്നാൽ അതിൽ നിന്ന് എത്രയാണോ എമൗണ്ട് കുറവുള്ളത് അത് അവിടെ റീസ്റ്റോർ ആവുകയും ചെയ്യും. നമ്മളെ ഒരു ഫ്യൂച്ചർ ക്ലെയിം ഒരു ഹ്യൂജ് എമൗണ്ട് വരികയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനും കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള പോളിസികൾ മനസ്സിലാക്കാനായിട്ടും എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രശ്നം എന്താണ് വരാൻ സാധ്യതയുള്ളത്? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ്, നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ. ഇത്രയും നാൾ വരെയും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. കാരണം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ്ലെസ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ഉള്ളതാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നു. അങ്ങനെ കുറേ ഒരു പോളിസി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റഡീസ് നടത്തേണ്ടുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ അടുത്തുള്ളതുണ്ടോ, നമ്മൾ സ്ഥിരം പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് വെച്ചാൽ GIC കൗൺസിൽ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എല്ലാ ഹോസ്പിറ്റലും ക്യാഷ്ലെസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാവുന്നത്. കേരളത്തിൽ മാത്രം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ അസോസിയേഷൻ അതിന് എഗനസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ചാൽ ത്രൂ ഔട്ട് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുകയാണ് എല്ലാ ഹോസ്പിറ്റലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 2-3 മാസത്തിനകത്ത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ആയിട്ട് കൺവേർട്ട് ആകും. അതുകൊണ്ട് ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടുന്ന വിഷയം വരില്ല. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതോടുകൂടിയിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കിടത്തി ചികിത്സയുള്ള എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ക്യാഷ്ലെസ് അവൈലബിൾ ആകും. ബാക്കിയുള്ള ചെറിയ ക്ലിനിക്കുകൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്തായാലും എമർജൻസിക്ക് ഒരിക്കലും ക്ലിനിക്കുകളിൽ പോവില്ല. ഓക്കെ, എമർജൻസിക്ക് നമ്മൾ കാഷ്വാലിറ്റി ആയിട്ട് പോകുകയാണെങ്കിൽ പോലും നമ്മൾ ഇതേപോലെ കിടത്തി ചികിത്സയുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് തന്നെ ചൂസ് ചെയ്യത്തുള്ളൂ. അതേസമയം ക്ലിനിക്കുകളിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റും ടൈമൊക്കെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഏജൻറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെയോ വിളിച്ച് ഇൻഫോം ചെയ്യുക, ഇന്നടത്ത് ഞാൻ ഇന്ന ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട്, അതെനിക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കസ്റ്റമർ, കാലിക്കറ്റുള്ള ഒരു കസ്റ്റമർ, അദ്ദേഹത്തിന് തമിഴ്നാട് കോയമ്പത്തൂരുള്ളൊരു ഐ ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകണം. അത് വളരെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഇഞ്ചക്ഷനാണ്, കണ്ണിൻ്റെ ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇതുപോലെ വിളിച്ച് 17-ാം തീയതിയിലത്തേക്കാണ് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. 15-ാം തീയതി അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ഇതിങ്ങനെ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കാരണം ഇത് വളരെ ചെറിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് കവർ ആകുമോ എന്നുള്ളതിന് എനിക്ക് ഉറപ്പില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കമ്പനിയിൽ ഇതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തു. കമ്പനി ആ ക്ലിനിക്കുമായിട്ട് കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തിന് അത് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടി. ക്യാഷ്ലെസ് ആയിട്ട് കിട്ടിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് 1 രൂപ പോലും അവിടെ അടയ്ക്കേണ്ടി വന്നില്ല. 10,000 രൂപ ഇഞ്ചക്ഷനും 750 രൂപ അദ്ദേഹത്തിന് അവിടുത്തെ ചാർജസ് എല്ലാം കൂടെ ആയിട്ട് 10,750 കിട്ടി. അത് മാത്രമല്ല, ആ ഒരു ക്ലെയിം മാത്രമല്ല, അദ്ദേഹത്തിന് അത് 3 കോഴ്സായിരുന്നു. ഇങ്ങനെ 3 കോഴ്സും അദ്ദേഹത്തിന് അതിനകത്ത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റി. 1 രൂപ പോലും അദ്ദേഹത്തിന് ചിലവായതുമില്ല. അദ്ദേഹം വളരെ ഹാപ്പി, അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വളരെ ഹാപ്പി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കമ്പനി ഇൻഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ലിനിക്കുകളിലുള്ള ട്രീറ്റ്മെൻറ്റും ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇനി നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നും ഒഴിവായിരിക്കുകയാണ്. 7-ാമത്തെ നെഗറ്റീവ്
പ്രീ ഫിക്സഡ് പോളിസീസാണ്. അത് എൻ്റെ അഭിപ്രായത്തിലൊരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് തന്നെയാണ്. കാരണം നമുക്ക് കമ്പനി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പോളിസിയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് ചേഞ്ചസ് വരുത്താനായിട്ട് കഴിയില്ല. ഇപ്പോൾ പക്ഷേ ചില കമ്പനികൾ ഇപ്പം ഫ്യൂച്ചർ ജനറലി അതേപോലെ ചില കമ്പനികളൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ICICI ആണെങ്കിലൊക്കെ നമുക്ക് ഡെലിവറി എക്സ്പെൻസ് വേണ്ടവർക്ക് ഡെലിവറി എക്സ്പെൻസ് ചൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. മണിപ്പാൽ സിഗ്ന ഇവരൊക്കെ അത് അത്തരത്തിലുള്ള പോളിസികൾ കൊണ്ടുവരുന്നുണ്ട്. ഇനിയും പല കമ്പനികളും ഇതുപോലെ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ബേസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബൊഫേക്ക് പോയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രീ ഫിക്സഡ് പോളിസീസിൻ്റെ കാലം കഴിഞ്ഞു വരികയാണ്. ഓക്കെ, ഇനിയൊരു ചിലപ്പോൾ രണ്ട് വർഷം, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ചിലപ്പം അത്തരത്തിലുള്ള പോളിസീസ് തന്നെ വന്നിട്ടുണ്ടാവും. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഇപ്പോൾ 2024 ജനുവരിയാണിത്. 2025 ആകുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരുപാട് പോളിസികൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ബൊഫേക്ക് പോണ പോലെ നമുക്ക് ബേസിക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ്, ഇപ്പം ചപ്പാത്തി അല്ലെങ്കിൽ റൈസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. അതിന് നമുക്ക് ആഡ് ചെയ്യേണ്ടുന്നത്, നമുക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയനിൽ തന്നെ പല വിഭാഗത്തിലുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചൂസ് ചെയ്യാം. നോൺ വെജ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ബൊഫേയിൽ പോകില്ലേ, അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിലും ഒരു ബേസിക് പ്ലാൻ, സം ഇൻഷുർഡ് ഒരു ബേസ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് വേണ്ട അഡീഷണൽ ഓപ്ഷൻസ്, ഇപ്പം പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് 180യും 90യും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഇല്ല 60യും 90യും വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡെലിവറി കവറേജ് വേണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യാം. ഇനി അല്ല മെറ്റേണിറ്റിയുടെ മൊത്തം എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഫെർട്ടിലിറ്റിക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നമുക്ക് എബ്രോഡ് പോകുന്ന ട്രീറ്റ്മെൻറ്റുകളും കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരു പോളിസി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഏർലി സ്റ്റേജാണ്. പക്ഷേ നിയർ ഫ്യൂച്ചറിൽ അത്തരത്തിലുള്ള വളരെ വൈഡായിട്ട് കവറേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന പോളിസീസ് മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങളെ അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതാണ് വേറൊരു നെഗറ്റീവ് ഹെൽത്ത് ഇൻഷുറൻസിൽ സ്വാഭാവികമായിട്ടും വരാറുള്ളത്. എട്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്നത്, കൃത്യമായിട്ട് പോളിസികളെക്കുറിച്ച് മനസ്സിലാക്കാതെ കസ്റ്റമർ പോളിസി എടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവ്. ഓക്കെ, ഞാൻ ഈ പ്രധാനപ്പെട്ട കുറച്ച് നെഗറ്റീവുകൾ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ്, നമ്മൾ എടുക്കാൻ പോകുന്ന പോളിസിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല കസ്റ്റമേഴ്സും എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്, അത് നമ്മളിതൊന്നും അറിയാതെ ഒരാൾ പറഞ്ഞു നമ്മളതങ്ങനെ എടുത്തു, എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, ഞാൻ ആ സമയത്ത് പോയി എടുത്തൊരു പോളിസിയാണ്. ഇത് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്നൊരു പരിഭവമാണ്. ക്ലെയിം റിജക്റ്റ് ആയവരും അല്ലെങ്കിൽ പോർട്ട് ചെയ്യാനായിട്ട് വിളിക്കുന്നവരും അല്ലെങ്കിൽ പോളിസി എടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിക്കും, സാറേ ഞാൻ ഇതുപോലെ ഒരു പോളിസി എടുത്തു, ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് എനിക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോളിസി എടുത്തതിന് ശേഷമാണ് അവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. ഞാൻ പറയുന്നത് നിങ്ങൾ പോളിസി എടുക്കുന്നതിന് മുമ്പ് അത് ആലോചിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറി എടുത്തിട്ട് നിങ്ങൾ എഴുതണം, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് എഴുതണം ഏതൊക്കെ പോളിസിയാണ് എനിക്ക്. നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഏജൻറ്റ് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏജൻറ്റ് ബ്രൗഷറുകൾ തരും. അപ്പോൾ 2-3 കമ്പനികളെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ആ കമ്പനികളുടെ അവരുടെ വാക്കിൽ വിശ്വസിക്കരുത്, അവർ തരുന്ന ഡോക്യുമെൻറ്റുകളിൽ വിശ്വസിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവരതിൻ്റെ പ്രൂഫ് കാണിക്കണം, ഇന്നതാണ് സാർ, ഇന്നതുപോലത്തെ ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടും എന്നവർ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുക. ഇതിനകത്ത് റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഉണ്ട്, ഈ പോളിസിയിൽ റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഇല്ല, ഈ പോളിസിയിൽ റോബോട്ടിക് സർജറിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ഈ പോളിസിയിൽ ലിമിറ്റേഷൻ ഇല്ല, ഈ പോളിസിയിൽ OP കവർ ചെയ്യുന്നുണ്ട്, ഈ പോളിസിയിൽ OP കവർ ചെയ്യുന്നില്ല, ഈ പോളിസിയിൽ പ്രീ ആൻഡ് പോസ്റ്റ് 60 ഡേയ്സും 180 ഡേയ്സുമാണ്, ഇതിൽ വരുമ്പോഴത്തേക്ക് അത് 30 ഡേയ്സും 90 ഡേയ്സുമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോന്നിനെക്കുറിച്ചും പഠിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കാരണം നമ്മൾ ഈ ഒരു വർഷത്തെ ഒരു പ്രീമിയം ചിലപ്പോൾ ഒരു 30,000 രൂപ ചെറുതായിരിക്കാം, ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10,000 രൂപ ചെറുതായിരിക്കാം. പക്ഷേ നിങ്ങൾ എല്ലാ വർഷവും ഇത് അടയ്ക്കുകയല്ലേ. നിങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ ബൈക്കായാലും കാറായാലും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇച്ചിരി മധുരമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ പേടിക്കാനൊന്നുമില്ല എന്ന വിചാരത്തിൽ കഴിക്കുന്നത്. ഇല്ലെങ്കിൽ കുട്ടിക്ക് ചെറിയൊരു പനിക്കോൾ തോന്നിയാൽ പേടിക്കാനൊന്നുമില്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നൊരു വിശ്വാസത്തിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വിശ്വാസത്തോടൊരു കാര്യത്തോട് നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൂടെ മനസ്സിലാക്കണ്ടേ. ഏജൻറ്റിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ആ ഏജൻറ്റ് നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പം ഞാൻ എന്നെ പൂഴ്ത്തി പറയല്ല, എന്നെ വിളിക്കുന്നവരുടെ അടുത്ത് എല്ലാവരുടെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയും, മാക്സിമം കാര്യങ്ങൾ പറയും. അതുകൊണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് നെഗറ്റീവായി പോയിട്ടുമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ അടുത്ത് നിന്ന് എടുത്തവർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് എടുത്തത് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുമുണ്ട്. അതുകൊണ്ട് അവർക്കുമുണ്ട്, അവരും കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് നാളെ എനിക്ക് തന്നെ ഒരു ദോഷമുണ്ടാവാം. അവരിപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുകയും അവരിങ്ങനെ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ നല്ലൊരു പോളിസി അവർ കാണുമ്പോൾ ചിലപ്പോൾ അവരതിലേക്ക് പോർട്ട് ചെയ്ത് പോകാം. അതും എനിക്കറിയാം. കാരണം അത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എപ്പോഴും കസ്റ്റമർ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി നിൽക്കണം. ഓക്കെ, ഞാനൊരു കമ്പനിയെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല.
ഒരു കമ്പനിയിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് അതാണെന്നുള്ളത് തന്നെ പറഞ്ഞിട്ട് പോകുന്നൊരു കൂട്ടത്തിൽ കൂടിയാണ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് പോളിസി എടുക്കുക. കൃത്യമായിട്ട് പോളിസിയെക്കുറിച്ച് പഠിച്ചിട്ടെടുക്കുക. അതേപോലെ പോളിസിയുടെ പ്രീമിയം നിങ്ങൾക്കൊരു ബേർഡൻ ആവാതിരിക്കാൻ, നിങ്ങൾക്കൊരു ബാധ്യതയാവാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തുകയ്ക്കുള്ളൊരു പോളിസി എടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. ഈ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണും വരെയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.